Hello students, in this video we are discussing about communication process and barriers affecting communication. Process of communication. Communication is a process of sending a message by one person to another. The sender sends the message through an appropriate medium and the receiver accepts it. The receiver goes through the message, understands it and provides feedback to the sender. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഒരു അപ്രോപ്രിയേറ്റ് മീഡിയത്തിലൂടെ ആയിരിക്കും അവർ ആ മെസ്സേജ് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസീവർ ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് ആ സെൻറ്റർക്ക് കൊടുത്താൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. The process of communication involves various elements or stages. Each stage contributes to the effectiveness of communication. Any fault at any of the stages leads to communication failure. സോ കമ്മ്യൂണിക്കേഷനിൽ ധാരാളം എലമെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് ഉണ്ട്. എല്ലാ സ്റ്റേജസും കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ്സിനാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഡിഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ മൊത്തത്തിൽ ഫെയിലിയർ ആവും. ഫോളോവിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ സെൻഡർ, ദെൻ മെസ്സേജ്, എൻകോഡിംഗ്, ചാനൽ, റിസീവർ, ഡിക്കോഡിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. സോ ഇതെന്താണെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് സെൻഡർ. സെൻഡർ ഓർ കമ്മ്യൂണിക്കേറ്റർ ഈസ് ദി പേഴ്സൺ ഹൂ സെൻഡ്സ് എ മെസ്സേജ് ടു ദി റിസീവർ. ഹീ ഈസ് ദി പേഴ്സൺ ഹൂ ഇനിഷ്യേറ്റ് ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ സെൻഡർ കമ്മ്യൂണിക്കേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. സെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവർക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്നയാൾ, അയാളെയാണ് സെൻഡർ എന്ന് നമ്മൾ പറയുക. അതുപോലെ തന്നെ അയാളാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങി വെക്കുന്നത്. Second one is message. It is the subject matter of communication. It is the matter which the sender wants to communicate. The very purpose of communication is to make the receiver understand the message. സോ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ്റെ സബ്ജക്റ്റ് മാറ്ററാണ്. ആ സെൻഡർ റിസീവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവർ ആ മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നതാണ്. Third one is encoding. Encoding is the process of translating the message into words, symbols or some other form. Encoding is done to make the matter easily understandable to the receiver. സോ എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവർക്ക് ഈസി ആയിട്ട് ആ മെസ്സേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ മെസ്സേജ് ആ സെൻഡർ വേർഡ്സിലേക്കോ സിമ്പിൾസിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. Fourth one is channel. Channel is the medium or path through which the encoded message is transmitted to the receiver. The message travels from the sender to the receiver through the channel. The channel used should be appropriate to the type of message and nature of receivers. സോ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എൻകോഡ് ചെയ്ത മെസ്സേജ് ഏത് മീഡിയത്തിലൂടെയാണോ റിസീവറിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അതിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ചാനൽസ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നോട്ടീസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ധാരാളം ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആണ്. അതുപോലെ തന്നെ ചാനൽ യൂസ് ചെയ്യുമ്പോൾ അത് ആ റിസീവറിൻ്റെ നേച്ചറിനും അതുപോലെ തന്നെ മെസ്സേജ് ഏത് ടൈപ്പ് മെസ്സേജാണോ അതിനും അനുയോജ്യമായിട്ടുള്ള ചാനൽ തന്നെ ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് റിസീവർ. Receiver is the person or group of persons to whom the message is transmitted. He is also known as communicatee. A communication message is intended to be accepted and understood by the receiver. സോ റിസീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻഡർ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് അയാളെയാണ് റിസീവർ എന്ന് പറയുക. റിസീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം പേഴ്സൺസ് അടങ്ങിയൊരു ഗ്രൂപ്പും ആയിരിക്കാം. നമ്മൾ സെൻഡറിനെ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത് പോലെ റിസീവറിനെ കമ്മ്യൂണിക്കേറ്റ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിസീവർ ആ മെസ്സേജ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് അണ്ടർസ്റ്റുഡ് ചെയ്താൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. നെക്സ്റ്റ്, ഡീകോഡിംഗ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ദി വേർഡ്സ് ആൻഡ് സിമ്പിൾസ് ഓഫ് എ മെസ്സേജ് ഇൻ ടു മീനിങ്ഫുൾ ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു എൻകോഡിംഗ്. അണ്ടർ ഡീകോഡിംഗ്, the receiver interprets the message transmitted by the sender to get its meaning. Communication actually takes place in this stage. സോ ഡീകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻകോഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സെൻഡർ എൻകോഡ് ചെയ്തിട്ടാണ്
ആ മെസ്സേജ് റിസീവർക്ക് അയച്ചു കൊടുക്കുന്നത്. സോ റിസീവറിന് കിട്ടുന്ന ആ വേർഡ്സും സിമ്പിൾസും മീനിങ് ഇൻഫർമേഷൻ ആക്കാൻ വേണ്ടി അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീകോഡിങ്. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ കൃത്യമായിട്ടുള്ള മീനിങ് റിസീവർക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി നടക്കുന്നതും ഈ സ്റ്റേജിലാണ്. Last one is feedback. Feedback is the last element in the process of communication. It is the response or reaction given by the receiver of the message to the sender. When feedback is received by the sender, the communication process becomes complete. So feedback എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ ഏറ്റവും ലാസ്റ്റ് എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിസീവർ കൊടുക്കുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് ആണ്. മെസ്സേജ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവർ എന്തെങ്കിലും റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻ കൊടുക്കും. അതിനാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ സെൻഡർക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. Communication becomes ineffective due to several problems that affect the smooth flow of information. In many cases, the receiver fails to understand the message in the proper sense. സോ നമ്മൾ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ആ ഇൻഫർമേഷൻ എത്തുമ്പോൾ ധാരാളം സ്റ്റേജസിലൂടെ വരുന്നതായിട്ട് കണ്ടു. സോ ഏതെങ്കിലും ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഇൻഎഫക്റ്റീവ് ആവും. അവിടെ റിസീവർക്ക് കൃത്യമായിട്ട് ആ മെസ്സേജ് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. Anything that hinders the smooth flow of information is termed as barriers to communication. സോ കമ്മ്യൂണിക്കേഷനിലുള്ള ആ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ തടസ്സപ്പെടുത്തുന്ന ഫാക്ടേഴ്സിനെയാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എ ബാരിയർ ഈസ് എ ഹേർഡിൽ ഓർ ഒബ്സ്റ്റക്കിൾ ഇൻ ദി പാത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് മേക്സ് ദി കമ്മ്യൂണിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആൻഡ് ഇൻഎഫക്റ്റീവ്. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി എനിത്തിങ് ദാറ്റ് ഡിസ്റ്റോർട്ട്സ് ഓർ പ്രിവെൻറ്റ്സ് എ മെസ്സേജ് ഫ്രം ബീങ് പ്രോപ്പർലി സെൻഡ് ഓർ റിസീവ്ഡ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത രീതിയിൽ കമ്മ്യൂണിക്കേഷൻ്റെ വഴിയിൽ വരുന്ന ഓരോ തടസ്സത്തിനെയാണ് ബാരിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആ മെസ്സേജ് പ്രോപ്പറായിട്ട് സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. ഫോളോവിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ബാരിയേഴ്സിനെ 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, സെമാൻറ്റിക് ബാരിയേഴ്സ്, organizational barriers and cultural barriers. First one is physical barriers. These are barriers relating to physical environment of communication. കമ്മ്യൂണിക്കേഷൻ്റെ ചുറ്റുപാട്, അതായത് സറൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബാരിയേഴ്സാണ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. First one is noise. Noise is the most important among the physical barriers. Noise means any interference that reduces the clarity and effectiveness of communication. Noise prevents the receiver from hearing and understanding the message. സോ നോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ ബാരിയറാണ്. നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ മറ്റേതെങ്കിലും സൗണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാരിറ്റി കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ റിസീവർക്ക് കൃത്യമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ ആ മെസ്സേജ് അയാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയില്ല. Second one is mechanical defects. Defects in the machines used for communication also hinder the flow of the message. For example, defects of telephone, post office equipment, fax machine, computer, projector, printer, internet, etc. cause interference in communication. സോ നമ്മൾ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന മെഷീനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവില്ല. ഇപ്പോൾ നമ്മൾ ടെലിഫോണിൽ സംസാരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും മെക്കാനിക്കൽ ഡിഫക്റ്റ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ അവർ കേട്ടു എന്ന് വരില്ല, പക്ഷേ അവർ പറയുന്ന കാര്യം നമുക്ക് കേൾക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരാറുണ്ട്. അതൊക്കെ മെക്കാനിക്കൽ ഡിഫക്റ്റാണ്, അവിടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. നെക്സ്റ്റ്, ഇംപ്രോപ്പർ ടൈം ആൻഡ് ഡിസ്റ്റൻസ്. സെലക്ഷൻ ഓഫ് ആപ്റ്റ് ടൈം ഈസ് എസെൻഷ്യൽ ഫോർ ദി എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലോങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻഡർ ആൻഡ് ദി റിസീവർ ഓൾസോ കോസ് ഹിൻഡ്രൻസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. സോ പ്രോപ്പറായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ടൈം സെലക്ട് ചെയ്യുക. നൈറ്റൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ആർക്കും കൃത്യമായിട്ട് എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ കൂടുതൽ ഡ്യൂറേഷനുള്ള മീറ്റിംഗ് ആണെങ്കിൽ അവസാനത്തേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ ഡിസ്റ്റൻസിൻ്റെ കാര്യം, നല്ല ലോങ് ഡിസ്റ്റൻസ് ആണ് സെൻഡറും റിസീവറും തമ്മിലുള്ളതെങ്കിൽ റിസീവർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ എല്ലാ വേർഡ്സും തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലൊക്കെ റിസീവ് ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല. ലാസ്റ്റ് വൺ ഈസ് ഇൻഫർമേഷൻ ഓവർലോഡ്. ടു മച്ച് ഇൻഫർമേഷൻ മേക്സ് കമ്മ്യൂണിക്കേഷൻ ഇൻഎഫക്റ്റീവ്.
നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ കുറേ ഇൻഫർമേഷൻസ് ഒരേ ടൈമിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം റിസീവർക്ക് റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. സോ അത് കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയറാണ്. സെക്കൻഡ് വൺ ഈസ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദി സെൻഡർ ആൻഡ് റിസീവർ. സോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ആ മൈൻഡിൻ്റെ അവസ്ഥ എന്താണ്, ആ മാനസികാവസ്ഥയെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് വൺ ഈസ് പ്രീമച്ചുർ ഇവാലുവേഷൻ. സംടൈംസ് ദി റിസീവർ കംസ് ടു കൺക്ലൂഷൻസ് വിത്തൗട്ട് ഫുള്ളി ഗോയിങ് ത്രൂ ദി മെസ്സേജ്. ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്ന ടൈമിൽ റിസീവർ മൊത്തത്തിൽ ആ മെസ്സേജിലൂടെ പോവാതെ അയാളുടെ പ്രെജുഡീസൊക്കെ വെച്ചിട്ട് ഒരു നിഗമനത്തിലെത്തും. അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ട് അയാൾ ആ മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ഇൻ്റർപ്രിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ വരുന്ന ടൈമിൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവില്ല. അയാളുടെ പ്രെജുഡീസ് ആ കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യും. Second one is a lack of attention. The preoccupied mind of a receiver causing non-listening attitude towards the message acts as a psychological barrier. ആ റിസീവറിൻ്റെ ആറ്റിറ്റ്യൂഡ് നോൺ ലിസണിങ് ആണ്. അയാൾക്ക് ലിസൺ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ അയാൾ റിസീവ് ചെയ്യില്ല. അയാൾ ഹിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അയാളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വരില്ല. അതും ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ്. നെക്സ്റ്റ്, ലോസ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് പുവർ റിട്ടൻഷൻ. When communication passes through various levels successively, there is the possibility of message being partially lost or transmission of inaccurate information. സോ നമ്മൾ ഡിഫറെൻറ്റ് ചാനൽസിലൂടെ ഇത് പാസ് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ ഒന്നിലധികം ചാനൽസ് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയും, അത് മറ്റൊരാളോട് അയാൾ പറയുന്നു, ദെൻ അടുത്ത ആളോട് പറയുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് ചാനൽസിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന ടൈമിൽ ആ ഇൻഫർമേഷൻ ചിലയിടത്ത് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മുഴുവനായിട്ടും ലോസ് ആയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു പാർട്ട്, അതിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ആളിലേക്ക് എത്തുന്ന ടൈമിൽ ആ മെസ്സേജ് പൂർണ്ണമായിട്ടും അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ആ മെസ്സേജ് പൂർണ്ണമായിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അയാൾക്ക് പറ്റില്ല. നെക്സ്റ്റ്, ഡിസ്ട്രസ്റ്റ്. ഇഫ് ദർ ഈസ് ഡിസ്ട്രസ്റ്റ് ബിറ്റ്വീൻ ദി സെൻഡർ ആൻഡ് ദി റിസീവർ, ഇറ്റ് ആക്ട് ആസ് എ ബാരിയർ. ഇഫ് ദേ ഡോണ്ട് ബിലീവ് ഈച്ച് അതർ, ദേ ക്യാനോട്ട് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതേഴ്സ് മെസ്സേജ് ഇൻ ദി ട്രൂ സെൻസ്. സോ അവിടെ സെൻഡറും റിസീവറും തമ്മിൽ ഒരു പരസ്പര വിശ്വാസമില്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അവർ പരസ്പരം വിശ്വസിക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ ട്രൂ സെൻസിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. നെക്സ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഒപ്പീനിയൻസ്. പീപ്പിൾ ഈസിലി ആക്സെപ്റ്റ് ദോസ് ഇൻഫർമേഷൻ വിച്ച് എഗ്രീസ് വിത്ത് ദെയർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഒപ്പീനിയൻസ്. സിമിലർലി, there is a tendency to reject information which is against the attitudes and opinions of the receivers. സോ അവിടെ റിസീവറിൻ്റെ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും എങ്ങനെയാണോ അതനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് ആണെങ്കിൽ മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതർവൈസ് അവർ ആ മെസ്സേജ് റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. തേർഡ് ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ആണ് സെമാൻറ്റിക് ബാരിയേഴ്സ്. Semantics in linguistics deals with the meaning of words and sentences. By semantic barriers, we mean the problems in the process of encoding and decoding a message into words or impressions. The same words and expressions may mean different things to different people. സോ സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഭാഷയിൽ യൂസ് ചെയ്യുന്ന വേർഡ്സും സെൻറ്റൻസും ഉണ്ടാവും, അതിൻ്റെ മീനിങ്സ് ഒക്കെ ഉണ്ടാവും. അതിൽ വരുന്ന പ്രോബ്ലംസാണ് പ്രധാനമായിട്ടും സെമാൻറ്റിക് ബാരിയേഴ്സിൽ വരുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ എൻകോഡ് ചെയ്യുമ്പോഴും ഡീകോഡ് ചെയ്യുമ്പോഴും നമ്മൾ വേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു സിമ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ അവിടെ സെൻഡർ ഉദ്ദേശിച്ച ഒരു മീനിങ് ആയിരിക്കണമെന്നില്ല, ആ വേർഡിൻ്റെ മീനിങ് ആയിരിക്കണമെന്നില്ല റിസീവർ ചിലപ്പോൾ ഇൻ്റർപ്രിറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ മെസ്സേജിൻ്റെ മീനിങ് തന്നെ മാറിപ്പോവും. അപ്പോൾ സെൻഡർ ഉദ്ദേശിച്ച പോലെ തന്നെ റിസീവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ലാംഗ്വേജിലുള്ള വേർഡ്സിലും സെൻറ്റൻസിലുള്ള ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെയാണ് സെമാൻറ്റിക് ബാരിയേഴ്സിൽ മെയിനായിട്ട് വരുന്നത്. സെമാൻറ്റിക് ബാരിയേഴ്സിലെ ഫസ്റ്റ് വൺ ആണ് ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ്. ദിസ് മേ ഹാപ്പൺ ഓൺ അക്കൗണ്ട് ഓഫ് ഇന്നഡിക്കേറ്റ് വൊക്കാബുലറി, യൂസേജ് ഓഫ് റോങ് വേർഡ്സ്, നോൺ യൂസേജ് ഓഫ് ആപ്റ്റ് വേർഡ്സ് ടു ദി കോണ്ടെക്സ്റ്റ് എക്സെട്ര. സോ ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സെൻഡർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവിടെ സെൻഡർ യൂസ് ചെയ്യുന്നത് നല്ല വൊക്കാബുലറി ആയിരിക്കില്ല. അതുപോലെ തന്നെ റോങ് വേർഡ്സൊക്കെ സെൻഡർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആപ്റ്റ് വേർഡ്സ്, ആ കോണ്ടെക്സ്റ്റിന് പറ്റുന്ന വേർഡ്സ് ഒന്നും അവിടെ സെൻഡർ യൂസ് ചെയ്യണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ മെസ്സേജ് തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് ബാഡായിട്ടായിരിക്കും, മോശമായിട്ടായിരിക്കും ആ മെസ്സേജ് ഉണ്ടാവുക. അപ്പോൾ അത് റിസീവർക്ക് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. Second one is symbols with different meanings. A word or symbols may have different meaning.
നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനും സിമ്പിൾസിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് പീപ്പിൾ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അത് പെർസീവ് ചെയ്യും. അങ്ങനെ വരുന്ന ടൈമിൽ ആ സെൻഡർ ഉദ്ദേശിച്ച പോലെ തന്നെ റിസീവർ പെർസീവ് ചെയ്യണമെന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആവും. നെക്സ്റ്റ്, ഫോൾട്ടി ട്രാൻസ്ലേഷൻസ്. Sometimes information originally drafted in one language and later translated for easy understandability into another language affect communication. സോ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് ഓരോ മെസ്സേജൊക്കെ മാറ്റുന്ന ടൈമിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റുന്ന ടൈമിൽ അത് റിസീവർക്ക് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ്, ടെക്നിക്കൽ ജാർഗൺസ്. യൂസ് ഓഫ് ടെക്നിക്കൽ ജാർഗൺ ബൈ സ്പെഷ്യലിസ്റ്റ് മേ ഓൾസോ പോസ് പ്രോബ്ലംസ്. ടെക്നിക്കൽ ജാർഗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട്. ഡോക്ടേഴ്സും അതുപോലെ തന്നെ അത്യാവശ്യം ചില എക്സ്പേർട്ടൊക്കെ ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ വേർഡ്സ് ഉണ്ട്. അത് എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. സോ അങ്ങനത്തെ വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഒരു സാധാരണ ഒരാൾക്കത് റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് സെമാൻറ്റിക് ബാരിയർ ആണ് ബോഡി ലാംഗ്വേജ് ആൻഡ് ജസ്റ്റർ ഡീകോഡിംഗ്. ബോഡി മൂവ്മെൻറ്റ്സ് ഓൾസോ കമ്മ്യൂണിക്കേറ്റ്. ഇഫ് വാട്ട് ഈസ് സെഡ് ആൻഡ് വാട്ട് ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് ജസ്റ്റേഴ്സ് ഡിഫർ, കമ്മ്യൂണിക്കേഷൻസ് മേ ബി റോങ്ലി പെർസീവ്ഡ്. സോ കമ്മ്യൂണിക്കേഷനിൽ ബോഡി ലാംഗ്വേജിനും ജസ്റ്റേഴ്സിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യം അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജും രണ്ടും രണ്ട് രീതിയിലാണ് പോകുന്നതെങ്കിൽ ആൾക്കാർ അല്ലെങ്കിൽ റിസീവർ നല്ല രീതിയിൽ പെർസീവ് ചെയ്യണമെന്നില്ല. സോ അങ്ങനെ വരികയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആവും. ഫോർത്ത് ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ആണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഒരു ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ചില ബാരിയേഴ്സാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷണൽ പോളിസി. Organizational philosophy due to organizational policy sometimes hampers effectiveness of communication. For example, if an organization is highly centralized, it is not supportive to free flow of communication. സോ ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന പോളിസി, ഓർഗനൈസേഷൻ്റെ ഫിലോസഫി ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യില്ല. അതിന് എക്സാമ്പിളാണ് സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ. ഇപ്പോൾ സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതോറിറ്റി മുഴുവൻ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാണ്. അവർ താഴെയുള്ളവർക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നല്ലാണ്ട് തിരിച്ച് ഫീഡ്ബാക്ക് ഒന്നും അങ്ങോട്ട് പോകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. സോ ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന പോളിസി കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യും. Second one is rules and regulations. Strict rules and regulations and lengthy procedures may be a hurdle to effective communication. സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ നല്ല ലെങ്തി ആണെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ലെങ്തി ആയിട്ടുള്ള ചെയിൻ ഓഫ് കമാൻഡ് ഒക്കെ ഫോളോ ചെയ്യണമെന്ന് നല്ല റൂളൊക്കെ ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഇൻഫർമേഷൻ എത്തുമ്പോഴത്തേക്കും കുറേ ഇൻഫർമേഷനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അവിടെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് റിസീവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇൻകംപ്ലീറ്റും ആവും. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റസ്. Status differences of people in communication chain can also adversely affect the effectiveness of communication. We may not expect persons of higher status to talk freely with those of lower status. സോ ഓർഗനൈസേഷനിൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടായിരിക്കും അവർ മിക്കവാറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ സ്റ്റാറ്റസ് ഉള്ളവർ ഒരിക്കലും ലോവർ സ്റ്റാറ്റസ് ഉള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഫ്രീ ആയിട്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. സോ അവരുടെ കമ്മ്യൂണിക്കേഷൻസ് മിക്കവാറും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ലാസ്റ്റ് വൺ ആണ് ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ്. If facilities for smooth, clear and timely communications are not provided, there will be a chance for ineffective communication. സോ നല്ല കമ്മ്യൂണിക്കേഷനുള്ള ഫെസിലിറ്റീസ് അവിടെ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. ലാസ്റ്റ് ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ആണ് കൾച്ചറൽ ബാരിയേഴ്സ്. പീപ്പിൾ ബിലോങ്സ് ടു ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് ദിസ് കൾച്ചറൽ ഡിഫറൻസസ് ഓഫൻ കോസ് പ്രോബ്ലംസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. സോ കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കൺട്രീസിലുള്ളവരൊക്കെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. കൾച്ചറൽ ബാരിയേഴ്സിൽ ഫസ്റ്റ് വണ്ണാണ് സോഷ്യൽ ക്ലാസ്. Social classes are relatively homogeneous divisions of a society whose members share similar values, interests, and behavior. Society can be divided into upper class, middle class, and lower class. എല്ലാ സൊസൈറ്റിയിലും തന്നെ ഒരു സോഷ്യൽ ക്ലാസ് ഉണ്ടാവും. മെയിനായിട്ട് 3 ക്ലാസ്സാണുള്ളത്: അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ്. സോ അങ്ങനെ അപ്പർ ക്ലാസ്സിലുള്ളവരും ലോവർ ക്ലാസ്സിലുള്ളവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത്രയ്ക്ക് പോസിബിൾ ആവണമെന്നില്ല. സോ അവരുടെ ഇൻട്രസ്റ്റും ബിഹേവിയറൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അവിടെ ഒരു നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ
ഡിഫറെൻറ്റ് ക്ലാസ്സസിലുള്ളവർ തമ്മിൽ ഉണ്ടാവണമെന്നില്ല. നെക്സ്റ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് കം ഫ്രം ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്. ദേ ആർ ബോട്ട് അപ്പ് അക്കോർഡിംഗ് ടു ഡിഫറെൻറ്റ് ഫെയ്ത്ത്, ബിലീഫ് ആൻഡ് റിച്വൽസ്. സോ ഡിഫറെൻറ്റ് കൺട്രീസിലുള്ളവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫെയ്ത്ത്, അതായത് വിശ്വാസവും ആചാരങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെയുള്ളവർ വേറൊരു കൺട്രി ചെന്നാലും അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കും. സോ അവിടെയും ചിലപ്പോൾ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് കൾച്ചർ ഫോളോ ചെയ്യുന്ന, ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്നവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയെന്ന് വരില്ല. നെക്സ്റ്റ് ലാംഗ്വേജ്. ലാംഗ്വേജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ ബാരിയർ അഫക്റ്റിംഗ് ഫ്രീ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. കൺട്രീസ് മാറുന്നതനുസരിച്ചിട്ട് ലാംഗ്വേജ് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ലാംഗ്വേജ് അറിയുന്നില്ല എങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷന് ബാരിയറാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. റിസീവർക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. ലാസ്റ്റ് കൾച്ചറൽ ബാരിയറാണ് റിലീജിയൻ. കൾച്ചർ ഈസ് ഹൈലി അസോസിയേറ്റഡ് വിത്ത് റിലീജിയൻ. പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് റിലീജിയൻ ഫോളോ ഡിഫറെൻറ്റ് ബിലീഫ് റിലേറ്റിംഗ് ടു ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ഈറ്റിംഗ്, ഡ്രസ്സിങ്, പ്രേയിങ്, എഡ്യൂക്കേഷൻ, മാരേജ് എക്സെട്ര. സോ കൾച്ചറുമായിട്ട് നല്ലോണം ബന്ധമുള്ളൊരു ഫാക്ടറാണ് റിലീജിയൻ. റിലീജിയൻ ഫോളോ ചെയ്യുന്നത് അനുസരിച്ചിട്ട് അവരുടെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഈറ്റിംഗ്, അതുപോലെ തന്നെ ഡ്രസ്സിങ്, അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥന, വിദ്യാഭ്യാസം, കല്യാണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അവരുമായിട്ട് മറ്റൊരു റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. കാരണം അവരുടെ മൊത്തം ആസ്പെക്ട്സ്, ജീവിതത്തിലെ ആസ്പെക്ട്സ് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്, ഓവർകമ്മിങ് ബാരിയേഴ്സ് ഓർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്. Organizations should take constant efforts to overcome the barriers to make communications efficient and effective. ഒരു ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഓവർകം ചെയ്യണം. ഫോളോവിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു ബി ടേക്കൻ ടു ഓവർകം ദി ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ അത് ഓവർകം ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എലിമിനേറ്റിംഗ് ഡിഫറൻസസ് ഇൻ പെർസെപ്ഷൻ. ദി ഓർഗനൈസേഷൻ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് റൈറ്റ് ഇൻഡിവിജ്വൽസ് ആർ റിക്രൂട്ടഡ് ഓൺ ദി ജോബ്. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് എവറി മാനേജർ ടു എൻഷുവർ ദാറ്റ് ദി എംപ്ലോയീസ് ഹാവ് കമാൻഡ് ഓവർ ദി റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജ്. സോ ഒരു ഓർഗനൈസേഷനത്തെ പെർസെപ്ഷനിലുള്ള ഡിഫറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല എഴുത്തും വായനയൊക്കെ അറിയുന്ന എംപ്ലോയീസിനെ തന്നെ റിക്രൂട്ട് ചെയ്യുക. സോ അങ്ങനെയുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവരെല്ലാവരും ഒരേ രീതിയിലായിരിക്കും പെർസീവ് ചെയ്യുക. സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല എഫക്റ്റീവായിട്ട് തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, യൂസ് ഓഫ് സിമ്പിൾ ലാംഗ്വേജ്. ഇൻ കമ്മ്യൂണിക്കേഷൻ, യൂസ് ഓഫ് സിമ്പിൾ ആൻഡ് ക്ലിയർ വേർഡ്സ് ഷുഡ് ബി എംഫസൈസ്ഡ്. യൂസ് ഓഫ് ആംബിഗസ് വേർഡ്സ് ആൻഡ് ജാർഗൺസ് ഷുഡ് ബി അവോയ്ഡ്. സോ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജും സിമ്പിളായിട്ടുള്ള വേർഡ്സൊക്കെ തന്നെ യൂസ് ചെയ്യുക. ജാർഗൺസും ടെക്നിക്കൽ ജാർഗൺസൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ആംബിഗസ് ആയ ഡിഫറെൻറ്റ് മീനിങ്സ് ഉള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അത് കമ്മ്യൂണിക്കേഷന് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ സിമ്പിൾ ലാംഗ്വേജും സിമ്പിൾ വേർഡ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് വൺ, റിഡക്ഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് നോയ്സ് ലെവൽസ്. Noise is the main communication barrier which must be overcome on priority basis. It is essential to identify the source of noise and then eliminate that source. So നോയ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാകും. സോ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ മൊത്തമായിട്ട് എലിമിനേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോയ്സ് ലെവൽ ഒഴിവാക്കാം. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. Fourth one is active listening. Active listening means hearing with a proper understanding of the message that is being heard. By asking questions, the speaker can ensure whether his or her message is understood or not by the receiver in the same terms as intended by the speaker. സോ ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പ്രോപ്പറായിട്ട് കേൾക്കുകയും അതിനോടൊപ്പം ആ മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ സെൻഡർ ഓരോ ടൈമിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഇമോഷണൽ സ്റ്റേറ്റ്. ഡ്യൂറിങ് കമ്മ്യൂണിക്കേഷൻ വൺ ഷുഡ് മേക്ക് എഫക്റ്റീവ് യൂസ് ഓഫ് ബോഡി ലാംഗ്വേജ്. He or she should not show their emotions while communicating as the receiver might misunderstand the message being delivered. സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല രീതിയിൽ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ സെൻഡറിൻ്റെ, അതായത് കമ്മ്യൂണിക്കേറ്ററിൻ്റെ
എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടെങ്കിൽ അതൊന്നും കാണിക്കരുത്. അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇമോഷണൽ സ്റ്റേറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കിയിട്ട് സാധാരണ രീതിയിൽ തന്നെ അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. നെക്സ്റ്റ്, സിമ്പിൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഷുഡ് നോട്ട് ബി കോംപ്ലക്സ്. The number of hierarchical levels should be optimum. Simpler the organization structure, more effective will be the communication. സോ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മാക്സിമം സിമ്പിൾ ആക്കുക. കൂടുതൽ ചെയിൻ ഓഫ് കമാൻഡ് അതുപോലെ തന്നെ ഹൈ ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവില്ല. സോ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ സിമ്പിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനും നല്ല എഫക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ്, അവോയ്ഡ് ഇൻഫർമേഷൻ ഓവർലോഡ്. The manager should know how to prioritize their work. They should not be overload themselves with the work. They should spend quality time with their subordinates and should listen to their problems and feedbacks actively. സോ ഒരു മാനേജർക്ക് ഏത് വർക്കിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ ആ പ്രയോറിറ്റി ഉള്ള വർക്ക് മാത്രം അവരെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കുക. എന്നിട്ട് പ്രയോറിറ്റി കുറവുള്ള ഇമ്പോർട്ടൻസ് കുറവുള്ള വർക്ക് ഉണ്ടെങ്കിൽ അത് അവർക്ക് പിന്നെ കൊടുക്കുക. അതുപോലെ തന്നെ സബോർഡിനേറ്റ്സുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അവരുടെ കാര്യങ്ങളും ഫീഡ്ബാക്സ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും പറ്റും. അങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ ഈസ് പ്രോപ്പർ ചാനൽ സെലക്ഷൻ. സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ചാനൽ ഹെൽപ്സ് ടു ഇംപ്രൂവ് ദി എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ് എഫക്റ്റീവ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓഫൺ പോസിബിൾ. സോ നല്ല കമ്മ്യൂണിക്കേഷൻ ചാനൽ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി സെലക്ട് ചെയ്യണം. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ അത് പോസിബിൾ അല്ല എല്ലായ്പ്പോഴും. സോ അത് പോസിബിൾ ആയിട്ടുള്ള ടൈമിൽ ആ ഒരു ചാനൽ തന്നെ ചൂസ് ചെയ്യുക. ബാക്കിയുള്ള ടൈമിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ചാനൽ തന്നെ സെലക്ട് ചെയ്യുക.